മരട് കൊച്ചി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എളമരക്കര സ്വദേശി ബിനു ജോസഫിനെ എറണാകുളം സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നടൻ ശ്രീനാഥ് ഭാസിയെയും നടി പ്രയാഗ മാർട്ടിനെയും ഹോട്ടലിൽ എത്തിച്ചത് ഇയാളാണെന്നാണ് പോലീസ് പറയുന്നത്. ലഹരി ഇടപാടിലെ പ്രധാന കണ്ണിയെന്ന് സംശയിക്കുന്ന ബിനു ജോസഫിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പഞ്ചനക്ഷത്ര ഹോട്ടലായ ക്രൗൺ പ്ലാസയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. ഹോട്ടലിലെ ഓം പ്രകാശ് ബുക്ക് ചെയ്ത മുറിയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ 20 പേർ എത്തിയതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിൻ ഉൾപ്പെടെ ഓം പ്രകാശിന്റെ മുറി സന്ദർശനം നടത്തിയെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഉൾപ്പെടെയുള്ളവർ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നോ എന്നറിയാൻ രക്ത സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം വന്ന ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. 20ഓളം പേർ മുറിയിൽ എത്തിയതായും ഇവിടെ വെച്ച് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബോബി ചലപതി എന്ന ആളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത്. പ്രതികൾ വിദേശത്തു നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് DJ പാർട്ടികളിൽ വിതരണം ചെയ്യുകയായിരുന്നു എന്നാണ് കരുതുന്നത്. കൊല്ലം കൊട്ടാരക്കര തട്ടക്കോണം ഷിഗാസും ഓം പ്രകാശിനൊപ്പം പിടിയിലായിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹോട്ടലിലെ രജിസ്റ്ററും CCTV ദൃശ്യങ്ങളും ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കുറെ നാളായി ഓം പ്രകാശിനെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. മുത്തൂറ്റ് പോൾ ജോർജ് വധക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിലും പാറ്റൂർ ഗുണ്ട ആക്രമണ കേസിലും ഓം പ്രകാശ് പ്രതിയാണ്. നടി പ്രയാഗ മാർട്ടിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി അതിൽ ഹഹ ഹി 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 ഹു 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 എന്ന് പറഞ്ഞിങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. അത് എന്തിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് പുള്ളിക്കാരി ഇട്ടതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഈ സമയത്ത് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ചിലപ്പോൾ ഇവരുടെ ഒരു ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ആവാം. ഇങ്ങനെയല്ല ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പ്രതികരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ സംശയിക്കത്തേ ഉള്ളൂ. ഇവര് ഇതിനൊക്കെ അഡിക്റ്റ് ആണെന്ന് ആൾക്കാർ വിശ്വസിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? ഒരു പോലീസ് കേസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോലീസിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഹ ഹ ഹ ഹി 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 എന്നൊക്കെ ആരെങ്കിലും എഴുതിയിടുവോ?